കാന്താര ചാപ്റ്റർ 1 ഋഷഭ് ഷെട്ടി നിങ്ങളെ നമിക്കണം, നിങ്ങളെ തൊഴുതണം. നിങ്ങളൊരു ലെജൻഡ് തന്നെയാണ്. ലെജൻഡിനേക്കാളും മേളിൽ വരുന്നതിലുണ്ടെങ്കിൽ അത് തന്നെയാണ് നിങ്ങൾ. കാന്താര ചാപ്റ്റർ 1 എന്ന ആ സിനിമയോട് നമുക്ക് മനസ്സിലാവും ഋഷഭ് ഷെട്ടി എന്ന ആക്ടർ എത്രത്തോളം സിനിമയെ സ്നേഹിക്കുന്നുണ്ട്, അതേപോലെ എത്രത്തോളം ഭക്തിയുള്ളൊരു മനുഷ്യനാണ്, അല്ലെങ്കിൽ എത്രത്തോളം ഡെഡിക്കേഷൻ കൊടുക്കും ഒരു സിനിമയ്ക്കും, അതേപോലെ എത്രത്തോളം എഫേർട്ട് കൊടുക്കും ആ ഒരു കഥ ഓഡിയൻസിനെ മനസ്സിലോട്ട് എത്തിക്കാനായിട്ട്. അത് ഭയങ്കര എവിഡൻ്റ് ആണ് നമുക്ക് ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ തന്നെ. സത്യം പറയാലോ, എനിക്ക് കാന്താര പ്രീക്വൽ ഇതിന് തൊട്ട് മുന്നത്തെ സിനിമ കാണുന്ന സമയം ഈ ഋഷഭ് ഷെട്ടി ആരാന്ന് പോലും അറിയില്ലായിരുന്നു. ഈ നടനെ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. കുറേ സിനിമകൾ കണ്ടിട്ട് പോലും. പക്ഷെ ഇപ്പോ ഈ ഒറ്റ സിനിമയുടെ പേരിൽ ഈ നാടൻ ഇന്ത്യ മൊത്തം ഒടുക്കത്തെ ഫേമസ് ആണ്. ഒരു ഡെമി ഗോഡ് എന്ന രീതിയിൽ പോലും ആൾക്കാർ ഇപ്പൊ ഈ ഒരു നടനെ കാണണം. അപ്പൊ ആ റേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ഒരു സിനിമയിൽ ആ ഒരു പ്രീക്വൽ ഉള്ള പോലെ തന്നെ കുറെ കിടിലൻ നമ്മളെ തന്നെ ഞെട്ടിക്കുന്ന കുറെ സീനുകളുണ്ട്. വേറെ 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 ലെവല് പെർഫോമൻസ്. നമ്മളിങ്ങനെ അന്തം വിട്ട് ഭയഭക്തിയോടെ പോലും കാണുന്ന കുറേ മൊമെന്റുകൾ. എനിക്ക് തോന്നുന്നു പ്രീക്വലിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ സീനുകൾ ഇതിനകത്തുണ്ടെന്ന്. ഒരു അൾട്രാ ലെവൽ പെർഫോമർ ആണെന്ന് തന്നെ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ആ ഒരു നടൻ. ഋഷഭ് ഷെട്ടിക്ക് അല്ലാണ്ട് വേറെ ആർക്കും ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസിനാണെങ്കിലും ചെറിയൊരു പാളിച്ചിൽ പറ്റിക്കഴിഞ്ഞാൽ അതൊരു കോമാളി സീക്വൻസ് ആയിട്ട് മാറും, ഒരു കോമഡി സീനായി മാറും. പക്ഷെ അത് കറക്റ്റ് രീതിയിൽ തന്നെ ഒരു രീതിയിൽ മാറ്റില്ല രീതിയിലാണ് പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു ഹാറ്റ്സ് ഓഫ്. ഋഷഭ് ഷെട്ടിക്ക് ശേഷം ഇതിനകത്ത് വേൾഡ് ബിൽഡിങ്ങിന് നമ്മൾ നമിച്ചേ പറ്റും. അമ്മാതിരി വർക്കാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് സീനിൽ തന്നെ നമ്മൾ ആ ഒരു ലോകത്തോട് ട്രാൻസ്പോർട്ട് ആവുകയാണ്. കേട്ടത് വെച്ചിട്ട് ലോക, അതേപോലെ കൽക്കി എന്ന സിനിമയുടെ ആ ഒരു ടീമാണ് ഇതിനകത്ത് വർക്ക് ചെയ്തിരുന്നത് കേട്ടത്. ഏതായാലും ഗംഭീര വർക്കാണ് ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. ആ തുറമുഖമാണെങ്കിലും, ആ ഗ്രാമം, കാന്താര എന്ന നാട്, അതേപോലെ കൊട്ടാരങ്ങൾ, എല്ലാം ഭയങ്കര രസമായിട്ട് ഭയങ്കര ഇൻവെസ്റ്റ് ആവണമെന്ന രീതി തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ആ ഓരോ എഫേർട്ടും അതെല്ലാം എവിഡൻ്റ് ആണ്. അതിൽ ഓരോരോ സീനുകൾ അല്ലെങ്കിൽ ഓരോരോ ലൊക്കേഷൻസ് കാണിക്കുമ്പോൾ തന്നെ അത് നമുക്ക് തന്നെ അത് മനസ്സിലാവും. ഇതിന്റെ മുന്നേ കങ്കു എന്ന സിനിമയിൽ ഗംഭീര ആർട്ട് വർക്ക്, ഗംഭീര പ്രൊഡക്ഷൻ ഡിസൈൻ വർക്കാണ് ചെയ്തു വെച്ചത്. പക്ഷെ ആ സിനിമയിൽ എന്തോ കഥയും റൈറ്റിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതൊരു മറന്ന സിനിമയായി മാറി. പക്ഷേ ഏതായാലും ഇവിടെ ഋഷഭ് ഷെട്ടിയാണ് എഴുതിയതും ഡയറക്ട് ചെയ്തതും. അങ്ങേർക്ക് പണി അറിയാം. അത് ഈ ഒരു സിനിമയിൽ മൊത്തത്തിൽ കാണാൻ പറ്റും. പടം തുടങ്ങിയിട്ട് ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് എനിക്ക് അത്ര അധികം വർക്കായില്ല. അങ്ങനത്തെ കുറച്ച് കോമഡിയും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കഥയിലോട്ട് എത്തിക്കുന്ന കുറച്ച് സീൻസും കുറച്ച് സീക്വൻസസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ഇട്ട് വലിപ്പിക്കലാണ് തോന്നിയത്. പക്ഷെ പിന്നീട് ഒരു 20-25 മിനിറ്റ് ശേഷം പടം പിന്നീട് എൻഗേജിങ് മാറും. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം ഡീസന്റ്, വളരെ അല്ലെങ്കിൽ ഒരു പ്രീ ഇന്റർവെൽ സീക്വൻസ് തൊട്ട് ഭയങ്കര കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ട് പടം മാറും. സെക്കൻഡ് ഹാഫ് പിന്നെ പറയണ്ട. സെക്കൻഡ് ഹാഫ് ഒരു പടത്തിന്റെ അവസാനത്തിന് അരമണിക്കൂർ ക്ലൈമാക്സ് ഒക്കെ ചുമ്മാ കിടിലായിരുന്നു. അതേപോലെ തന്നെ പടത്തിന്റെ ആ ഒരു ലാസ്റ്റ് 1 അവർ വേറെ ലീഗിൽ തന്നെ എടുത്തു വെച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ കഥയും കാന്താര എന്ന നാടിനെ ആ ഒരു ദൈവം എങ്ങനെ സംരക്ഷിക്കുന്നു എന്നാണ്. അങ്ങനത്തെ ഒരു സിമിലർ പ്ലോട്ടാണ്. പക്ഷേ കൾച്ചറൽ എലമെന്റ്സും ട്രഡീഷൻസും മിത്തോളജിക്കൽ എലമെന്റ്സും ആചാരങ്ങളും ആ ഹിസ്റ്റോറിക്കലി ആ ഒരു കഥ സെറ്റ് ചെയ്തിട്ടും കംപ്ലീറ്റ്ലി നമ്മളെ ആ ഒരു ലോകത്തിന്റെ ഭാഗമാക്കാൻ ഋഷഭ് ഷെട്ടിക്ക് നല്ല രീതിയിൽ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. ആ ഒരു പ്രീക്വലിൽ അത്ര ഡീറ്റെയിലിംഗ് ഇല്ലെങ്കിലും ഇവിടെ ആ ഒരു സിനിമയുടെ ഓരോ പോയിന്റുകളാണെങ്കിൽ പോലും വളരെ ഡീറ്റെയിലോടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒരു സിനിമ കാണുമ്പോൾ ഇതിൽ പറയുന്ന കുറെ സംഭവങ്ങൾ വളരെ ബിലീവബിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് വേറെ രസമായിട്ട് തോന്നിയത് ജയറാമിന്റെ റോളാട്ടോ. എത്ര കാലം കഴിഞ്ഞ ആ ഒരു നടനെ ഇത്രയും നല്ലൊരു ഉടനീളം ഒരു റോള് കാണുന്നത്. എനിക്ക് തോന്നുന്നു ജയറാമിന് പോലും വളരെ സന്തോഷമായിട്ടുണ്ടാവും. ആ ഒരു സ്ക്രിപ്റ്റ് വായിച്ചപ്പോ ഇത്ര നല്ല റോള് കിട്ടി. അത് ഏതെല്ലാം അഭിനയിച്ച് തകർക്കാം. അത് തന്നെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. ആ ഉടനീളം സൂപ്പറായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് തന്നെ എന്തോ ഒരു സന്തോഷമായി. കുറെ കാലം സങ്കടം ഉണ്ടായി. എന്തുകൊണ്ട് ഇങ്ങനെ കുറെ കോമാളി പോലത്തെ റോൾസും പോലീസ് റോൾസും പിന്നെ നടന്മാരെ പൊക്കി പൊക്കി പറയുന്ന കുറെ റോളുകളും. ഏതായാലും ഇത് വളരെ സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുണ്ട്. ഏതായാലും പൊളിച്ചിട്ടുണ്ട്. അതേപോലെ രുക്മിണി വസന്ത് ഒരു ഷോ സ്റ്റീലർ ആണെന്ന് തന്നെ എനിക്ക് തോന്നിയായിരുന്നു. സൗന്ദര്യം മാത്രമല്ല, ഒരു നല്ലൊരു ക്യാരക്ടർ അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ചും കൂടെ പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടർ ഇട്ട് കഴിഞ്ഞാൽ അത് മാക്സിമം ചെയ്തു വെക്കും തന്നെ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ കാണിച്ചിരിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് രുക്മിണിനെ കാണാൻ ഭയങ്കര രസമാണ്. ജസ്റ്റ് ഒന്ന് ആ ഒരു സ്ക്രീനിൽ വന്നാൽ പോലും നമുക്ക് കണ്ടു പറ്റില്ല. അത്രയും ഭംഗിയോടെയാണ് ഇതിനകത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് കുറച്ച് കോമഡി ആക്ടേഴ്സ് ഉണ്ട്. അവരെല്ലാം അവരുടെ കോമഡി കുറച്ച് വർക്കായിട്ടുണ്ട്. ബാക്കി കുറച്ച് ചീറ്റി പോയത് പോലെയാണ് തോന്നിയത്. പക്ഷെ അവർ അത്യാവശ്യം നീറ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗുൽഷനും കിട്ടിയ ക്യാരക്ടർ വളരെ നീറ്റായിട്ട് തന്നെയാണ് ചെയ്തു വെച്ചത്. പിന്നെ ഇതൊരു ഭക്തി പടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്?
ബിക്കോസ് സിനിമയുടെ അവസാനത്തെ 20 മിനിറ്റ് ഒരു ഭയങ്കര ഒരു ഗോഡ്ലി എക്സ്പീരിയൻസ് എനിക്ക് പേഴ്സണലി തോന്നിയായിരുന്നു, നിങ്ങൾക്കും തോന്നിക്കാണും. അങ്ങനത്തെ ആ ഒരു എക്സ്പീരിയൻസ് ഒരു ഇരട്ടി നമുക്ക് ഈ ഒരു സിനിമ കിട്ടും. അപ്പൊ അതിനെ ഭക്തിപ്പാടം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാം. എനിക്ക് പേഴ്സണലി ഒരു വളരെ വിഷ്വലി ഒരു എന്റർടൈനർ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ അജനീഷ് ലോകനാഥിന്റെ മ്യൂസിക് ഈ ഒരു സിനിമയിലാണെങ്കിലും കുറെ ട്രാൻസ്ഫോർമേഷൻ സീൻസ് ഉണ്ട്. പിന്നെ കുറെ എലിവേഷൻ സീൻസ് ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് ആ ഒരു ഊർജ്ജം കിട്ടുന്നുണ്ടെങ്കിലും അജനീഷ് ലോകനാഥ് കിടിലൻ സ്കോറിംഗ് ആണ് ചെയ്തിട്ടുണ്ട്. പാട്ടുകളും അത്യാവശ്യം കേൾക്കാൻ പറ്റിയ പാട്ടുകൾ തന്നെയായിരുന്നു. പിന്നെ വിഷ്വൽസ് ഹൈലി സ്ട്രൈക്കിംഗ് ആയിരുന്നു. നമുക്ക് പോലും ആ ഒരു കാലഘട്ടത്തോട് ജസ്റ്റ് ഒന്ന് പോയാലോ ഒന്ന് ആലോചിച്ചു പോകും. നെഗറ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കൊരു ഇമോഷണൽ കണക്ട് കുറെ ഇടത്തൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അത്യാവശ്യം കുറച്ച് സബ്പ്ലോട്ട്സ് ഉണ്ട്. ആ സബ്പ്ലോട്ട്സിലൊക്കെ ആ ഒരു ഡെപ്ത് തോന്നുന്നില്ല. അവിടെയൊക്കെ ഋഷഭ് ഷെട്ടിയുടെ ഗംഭീര പെർഫോമൻസും പിന്നെ ആ വിഷ്വൽസിന്റെ പവറും അതേപോലെ മ്യൂസിക്കിന്റെ എഫക്റ്റും അതുകൊണ്ട് കൂടി കുറച്ച് ആ ഒരു ഡെപ്ത് ഫീൽ ചെയ്യും. അല്ലാണ്ട് അവിടെയൊക്കെ റൈറ്റിംഗിന്റെ ആ ഒരു ഡെപ്ത് ഇല്ലായ്മ അവിടെ കുറച്ച് തോന്നിയായിരുന്നു. പക്ഷെ അത് വലിയ കാര്യമായിട്ട് തോന്നിയില്ല. ബിക്കോസ് സെക്കൻഡ് ഹാഫ് വേറെ ലീഗ് തന്നെയായിരുന്നു ഈ സിനിമയുടെ. പിന്നെ ലാസ്റ്റ് ഒരു ആനിമേഷൻ പോലത്തെ ക്യാരക്ടർ ഉണ്ട്. അവിടെ കുറച്ചും കൂടെ ബെറ്റർ ഗ്രാഫിക്സ് യൂസ് ചെയ്യാൻ തോന്നി. പിന്നെ ഇതിലൊരു കടുവയുണ്ട്. എനിക്ക് തോന്നുന്ന കടുവ ഋഷഭ് ഷെട്ടിയുടെ അത്ര മാസം ഉണ്ടെന്ന്. എപ്പോ കടുവേനെ കാണിച്ചത് നമുക്ക് വിസിലടിക്കുന്നു. അമ്മാതിരി മാസമായിട്ട് ഇതിനകത്ത് കാണിച്ചു വെച്ചിരിക്കണത്. മൊത്തത്തില് എനിക്ക് പേഴ്സണലി പ്രീക്വൽ അല്ലെങ്കിൽ കാന്താര പ്രീക്വലിനേക്കാളും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത് കാന്താര ചാപ്റ്റർ 1 തന്നെയാണ്. ബിക്കോസ് പ്രീക്വൽ നോക്കുവാണെങ്കിൽ എനിക്ക് അവസാനത്തെ 20 മിനിറ്റ് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെടില്ലായിരുന്നു. പക്ഷെ ചാപ്റ്റർ 1 അങ്ങനെയല്ല കേട്ടോ. മൊത്തത്തില് എന്റർടൈനിങ് ആണ്. കുറച്ച് പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും മൊത്തത്തില് ഭയങ്കര എന്റർടൈനിങ്. എസ്പെഷ്യലി അവസാനത്തെ ഒരു അരമണിക്കൂർ വേറെ ലീഗിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കി നിൽക്കും. പക്ഷെ നമുക്ക് എന്താ അടുത്ത സീക്വൻസ് സംഭവിക്കാൻ പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ ചാപ്റ്റർ 2 വേണ്ടി ചെറിയ ഹിന്റ് സിനിമയിൽ കൊടുക്കുന്നുണ്ട്. കട്ട വെയിറ്റിംഗ് ആണ് ചാപ്റ്റർ 2ക്ക് വേണ്ടി. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. ഋഷഭ് ഷെട്ടിയുടെ മാജിക് അല്ലെങ്കിൽ ഋഷഭ് ഷെട്ടിയുടെ ഗംഭീര പെർഫോമൻസും ആരും തിയേറ്ററിൽ മിസ് ആകാതിരിക്കുക. Go and watch.